ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. എൻ്റെ രാവിലെ എണീറ്റ് ഞാൻ 6 മണിക്ക് എണീറ്റ് കേട്ടോ. കാരണം കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. മുടിയൊക്കെ ആദ്യം ചീക്കി കെട്ടാം കേട്ടോ. മുടി വെച്ചാൽ തലേന്ന് രാത്രി നല്ല ചീക്കി വയ്ക്കുന്നതുകൊണ്ട് തന്നെ ജടയില്ല, കെട്ടി കുടുങ്ങി അധികം കിടക്കാറില്ല. പിന്നെ അതിൻ്റെ പുതപ്പൊക്കെ മടക്കി വെച്ചു. പിന്നെ പോയി ചായ കുടിച്ചു. രാവിലെ ദോശയും ചട്നിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. രാവിലത്തെ നല്ല പെരും മഴയായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ ഫുള്ള് നനഞ്ഞിട്ടാണ് പോയത്. അത്രയ്ക്കും നല്ല മഴയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുള്ളൂ. പിന്നെ ഒരു പെരും മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അടുക്കള ഭാഗമാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ഇങ്ങനെ നിന്നു. ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ടി വി കണ്ട് ചായ അടിച്ചു കേട്ടോ. പിന്നെ ഞാനത് കുളിച്ച് പിന്നെ മുടി കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കെട്ടിയായിരുന്നു. നല്ല ജടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ രാവിലെ ചീകിച്ചുകൊണ്ട് കെട്ടി കൊടുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മുടി കെട്ടാൻ നിന്നു. ഞാൻ എന്നും കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാമറയിൽ നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാൻ ഇതിൽ നോക്കുന്നതാണ് കേട്ടോ, കണ്ണാടി നോക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ വാച്ചിൻ്റെ പുതിയ കവറാണ്. ഇതെൻ്റെ മിനി നോട്ട്ബുക്കാണ് കേട്ടോ. ഇതെൻ്റെ 4ാം ക്ലാസ്സിലുള്ള 3ാം ക്ലാസ്സിലുള്ള ഒരു മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ ഞാൻ മുടിയൊക്കെ ചെയ്യുകയാണ്. ഞാൻ എന്തായാലും ഒന്ന് ചീക്കി സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ മുടീൻ്റെ ജടയൊക്കെ കളഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് ഒന്നും കൂടി ചെയ്യി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ സ്റ്റൈൽ. അത് മാത്രമല്ല പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഒക്കെ ആയിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് വേഗം പോയി കാണാം. അതുകൂടാതെ കുറേ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഉണ്ട്, അതെല്ലാം കാണാം. പിന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ബ്ലൈൻഡ് ബാഗിൻ്റെയും അതേപോലത്തെ കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആരും കാണാൻ മറക്കണ്ട.
ഇപ്പോൾ ദേ എൻ്റെ മുടികെട്ടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മസ്കാര ഇടലാണ്. കൈയാണ് ഗൈസ് ഏറ്റവും ബെസ്റ്റ്. എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ ഞാനിതേ മസ്കാര ഇട്ടും കൊണ്ട് നിൽക്കാം കേട്ടോ. ഞാനൊരു ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കൂടുതലിടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അതെപ്പോഴും ഇടാൻ കാരണം നല്ലൊരു തിളക്കമാണ്. എല്ലാത്തിനും തിളക്കം ഉണ്ടാകും, പക്ഷെ ഇതിന് ഭയങ്കര തിളക്കമായിട്ട് നമുക്ക് ഇങ്ങനെ അട്രാക്റ്റീവായി കാണും. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും കാണാൻ ആരും മറക്കണ്ട. പിന്നെ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ ലൈക്കും സബ്സ്ക്രൈബും, അപ്പോൾ അതൊന്നും ആരും മറക്കണ്ട. പിന്നെ ഇതേ നമ്മളെ ചാനൽ ഇന്ന് രാത്രി തന്നെ എന്തായാലും കുറച്ച് ക്രാഫ്റ്റ് വ്ളോഗ്സൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ബുക്ക് എടുത്ത് വയ്ക്കുന്ന കാര്യം ഓർത്തത്. അതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ ഒരു പാക്കറ്റിൽ 2 അപ്സര പെൻസിലും അതേപോലെ തന്നെ ഒരു ഇറൈസറും ഒരു സ്കെയിലും ഒരു ഷാർപ്നറും വരുന്നുണ്ട്. അങ്ങനത്തെ 2 സെറ്റാണ് കേട്ടോ. അപ്പോൾ 4 പെൻസിലും 2 ഇറൈസറും 2 ഷാർപ്നറും 2 സ്കെയിലും വരുന്ന അങ്ങനത്തെ 2 സെറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനത്തെ 2 സെറ്റ് കിട്ടി. എനിക്കൊന്നും ട്രോഫിയൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഉപകാരമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതേ ബുക്കുണ്ട്. ഇത് നല്ല തെളിയുള്ള ഒരു പേജാണ് കേട്ടോ. നല്ല അടിപൊളി പേജാണ്. ഇത് വരയില്ലാത്ത ബുക്കാണ് കേട്ടോ. പ്ലെയിനായിട്ടുള്ള ബുക്കാണ്. അതേപോലെ തന്നെ ഏറ്റവും നമുക്ക് വേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ എക്സാമൊക്കെ ആവാറായില്ലേ, അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ട ഒരു ഐറ്റം എന്ന് വെച്ചാൽ അതെന്താണ്, എക്സാം ബോർഡാണ്. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സാം ബോർഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ട്രോഫീനെക്കാളും നല്ലത് ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ്. പിന്നെ വേറൊരു റൈറ്റിംഗ് പാഡും കൂടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2 കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനത്തെയാണ് കേട്ടോ. ഇതിൽ നമുക്ക് നെയിം, നമ്മൾ സബ്ജക്റ്റ് അതൊക്കെ എഴുതാം. സബ്ജക്റ്റ് എന്തായാലും അതിൽ എഴുതില്ല. സ്റ്റാൻഡേർഡ്, സ്കൂൾ നെയിം അതൊക്കെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു എക്സാം ബോർഡും കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ കവർ അയച്ചിട്ടില്ല കേട്ടോ. ആ ഒരു എന്താണ് എക്സാം ബോർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ നമുക്ക് നെയിം, സ്റ്റാൻഡേർഡ് അതേപോലെ തന്നെ സ്കൂൾ നെയിമൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ഇതാണ് കേട്ടോ. ആ ഒരു ബട്ടർഫ്ലൈ ഉള്ളതാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. അതിനിടയ്ക്ക് ഞാൻ എല്ലാം കാണിക്കാൻ നിന്നപ്പോൾ നേരത്തെ പോയി കണ്ടില്ലേ. അപ്പോൾ ഞാൻ അത് എടുക്കാൻ നിന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഉപകാരം തോന്നിയത് എന്താ വെച്ചാൽ നമ്മുടെ എക്സാം ബോർഡാണ്. കാരണം പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും വേണ്ടൊരു സംഭവമാണ്. പിന്നെ അപ്സര പെൻസിലൊക്കെ ഉള്ള ആ ഒരു കിറ്റും ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ എവിടെ എടുത്ത് വയ്ക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇത് 2 കൊണ്ടുപോയിട്ട് ഈ ഒരു സ്പേസില്ലേ ഇവിടെ വെച്ചു കേട്ടോ. പിന്നെ ഞാനൊരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ബുക്ക് എടുത്തിട്ട് ഞാൻ സാധാ ബുക്ക് വെക്കുന്ന സ്ഥലത്ത് വെച്ചു. പിന്നെ ഈ പെൻസിലിൻ്റെ 2 സെറ്റ് ഉണ്ട്. ഇതേപോലത്തെ ഒരു വേറെ സെറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുന്നേ. കാരണം എന്ന് വെച്ചാൽ അത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്കൂളിൽ, അപ്പോൾ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെടുത്തപ്പോൾ തന്നെ അതിന് സ്കെയിൽ ചാടിപ്പോയി. അപ്പോൾ അത് നേരാക്കി വെക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 3 സെറ്റായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക്. ഞാൻ 3 സെറ്റും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. ഈ സ്കെയിലാണെങ്കിൽ കയറൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ കുത്തിക്കയറ്റി. ഇപ്പോൾ എനിക്ക് 1 സെറ്റ്, 2 സെറ്റ്, അതേപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 3 സെറ്റ് ഇങ്ങനത്തെ അപ്സരൻ്റെ പെൻസിലൊക്കെ ഉള്ള ഒരു സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ ഈ ഒരു ഡ്രോയറിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ലാസ്റ്റ് ആ ബുക്കും ഉണ്ടായിരുന്നു, ആ ബുക്കും കൂടി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ്ട് വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു, ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാൻ മറന്നുപോയി. പിന്നെ അത് അവിടെ ഇട്ടു. ഇനി നമുക്ക് ബുക്ക് എടുത്ത് വയ്ക്കണം. അതാണ് ഏറ്റവും വലിയ ചടങ്ങ് ഗൈസ്. കാരണം ഒരുപാട് ബുക്കുണ്ട്, തോളൊക്കെ കടയും. ഇതാണ് ഗൈസ് എൻ്റെ ബാഗ്. അതിന് നല്ല ഭംഗിയുള്ള ഒരു കീ ചെയിൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ബുക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കുറേ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എക്സാം പേപ്പറൊക്കെയാണ്. എക്സാം എന്ന് വെച്ചാൽ യൂണിറ്റ് ടെസ്റ്റാണ്. എക്സാം ഒന്നും സ്റ്റാർട്ടായിട്ടില്ല.
അപ്പോൾ ദേ ഇങ്ങനെ ഒരുപാട് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒന്നരാടം ഓരോ പേപ്പർ അങ്ങനെയൊക്കെയായിരുന്നു. ഇതൊക്കെ ഞാൻ ഇന്നലെ കൊണ്ടുപോയ ബുക്കാണ് കേട്ടോ. ഇതെല്ലാം ആവശ്യമുണ്ട്. ഹിന്ദി, ഞാനിപ്പോൾ 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹിന്ദിയൊക്കെ ഉണ്ട് കേട്ടോ. ഹിന്ദി, പിന്നെ ലാംഗ്വേജ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം എല്ലാം ഒക്കെ ഉണ്ട്. കുറേ പേപ്പർ ഉണ്ട് കേട്ടോ. ഹലോ ഗേൾസ്, അപ്പോൾ ഞാനിത് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മുടി കണ്ടാൽ മനസ്സിലാക്കാം. അപ്പോൾ ഞാനിത് സ്കൂളൊക്കെ വിട്ട് വന്നു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.